നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് ഫോട്ടോ എഡിറ്റിങ്ങിന് ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. പലപ്പോഴും പല ആളുകളും പണം കൊടുത്തൊക്കെ വലിയ പ്രൊഫഷണൽ ആയിട്ടുള്ള ഫോട്ടോ എഡിറ്റിംഗ് പഠിക്കാറുണ്ട്. അത് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഒരു സാധാരണക്കാരന് ഒരു പ്രൊഫഷണൽ ആയിട്ടൊരു ഫോട്ടോ എഡിറ്റിംഗ് ഒന്നും പഠിക്കാത്ത ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് അത്യാവശ്യമായിട്ട് ഒരു വീട്ടിലുള്ള ഒരാളുടെ ഹാപ്പി ബർത്ത്ഡേക്ക് വിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആരെങ്കിലും മരണപ്പെട്ടുള്ളവർക്ക് ആദരാജ്ഞലി അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ, അത്തരത്തിൽ ചെറിയ പോസ്റ്ററുകളൊക്കെ സ്വന്തമായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന, സാധാരണക്കാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. വളരെ സിമ്പിളായിട്ട്, പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ ഈസി ആയിട്ട് എങ്ങനെ ഒരു ഫോട്ടോ എഡിറ്റിംഗ് എന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം കാണിക്കുന്ന ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഫോട്ടോ ആണ്. നമ്മൾ ആദ്യം ചെയ്യുന്നത്, ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് പിക്സാർട്ടാണ്. നിങ്ങൾക്ക് ഏത് ആപ്പ് വേണമെങ്കിലും എടുക്കാം. പ്ലേ സ്റ്റോറിൽ പിക്സാർട്ട് ഉണ്ട്, മലയാളം ഇമേജ് എഡിറ്റർ ഉണ്ട്, പിക്സൽ ലാബ് ഉണ്ട്, ഒരുപാട് ആപ്പുകളുണ്ട്. ഏത് ആപ്പ് നിങ്ങൾക്ക് ഉപയോഗിച്ച് മെത്തേഡുകൾ ഉപയോഗിക്കാം. ഓരോന്നിലും ഫീച്ചറുകൾ വ്യത്യസ്തമായിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാനിവിടെ ജസ്റ്റ് പിക്സാർട്ടാണ് ഇവിടെ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ആണ് വിഷ് ചെയ്യാൻ പോകുന്നെങ്കിൽ ഞാനിവിടെ ജസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ളൊരു മനോഹരമായ ടെക്സ്റ്റുകൾ നമ്മുടെ ഫോണിനകത്ത് കിട്ടും. അപ്പം കാണാൻ സാധിക്കും ഒരുപാട് ഹാപ്പി ബർത്ത്ഡേ ഉള്ള ഒരുപാട് ടെക്സ്റ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ മുകളിൽ നമുക്ക് ഇമേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇതിലേതാണോ വേണ്ടത് ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഇതാണ് എടുത്തിരിക്കുന്നത്. ഇത് ഫോട്ടോയ്ക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എങ്ങനെയാണ് ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാൻ അതിനുശേഷം ഇനി ഞാൻ ചെയ്യുന്നത് ഞാൻ പിക്സാർട്ട് ഓപ്പൺ ചെയ്യുകയാണ്. പിക്സാർട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ എഡിറ്റ് ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷൻ മുകളിൽ കാണാം. എഡിറ്റ് ഫോട്ടോ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ നിന്നൊരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ആവശ്യമുള്ള ഭാഗം ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ത്തിൽ കാണുന്ന ടൂൾസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഫോട്ടോ ആവശ്യമുള്ള ഭാഗം മാത്രം ഇതുപോലെ ക്രോപ്പ് ചെയ്യാൻ സാധിക്കും. ക്രോപ്പ് ചെയ്ത് നമ്മൾ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. ഇനി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ റിമൂവ് BG എന്ന് കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയത് കാണാൻ സാധിക്കും ഫോട്ടോയിൽ. വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് കളർ ബാക്ക്ഗ്രൗണ്ടുകൾ ഇവിടെ കിട്ടും. ഞാനിവിടെ ഒരു കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും മുകളിൽ കാണുന്ന ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് കിട്ടിയത്. നേരത്തെയുള്ള ബാക്ക്ഗ്രൗണ്ട് ബോറായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. ഇനി കൂടുതൽ പ്രൊഫഷണലായിട്ട് എഡിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടുകൾ, മനോഹരമായ ബാക്ക്ഗ്രൗണ്ടുകൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. അങ്ങനെ നമ്മൾ ഒരുപാട് പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് അതൊന്നും പരിശോധിക്കുന്നില്ല. നമ്മളിപ്പോൾ ജസ്റ്റ് ഇനി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ടെക്സ്റ്റാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ ആഡ് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ കാണും താഴെ ഭാഗത്ത്, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗാലറി വീണ്ടും ഓപ്പൺ ആയിട്ട് വരും. അതിനകത്ത് നിന്ന് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ടെക്സ്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇവിടെ ഉണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഏറ്റവും മുകളിൽ കാണുന്ന ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫോട്ടോ ഇതിലേക്ക് വരും. ഫോട്ടോ ഇതിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ആ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് താഴെ റിമൂവ് BG എന്ന് കാണാൻ സാധിക്കും. ഈ കാണുന്നത് റിമൂവ് BG എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പം കാണാൻ സാധിക്കും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതുപോലെ കൊണ്ടുപോയി വെക്കാൻ സാധിക്കും. ഇനി വേണമെങ്കിൽ ഇത് ചെരിച്ച് വെക്കാൻ സാധിക്കും. ഇഷ്ടമുള്ള 2 വിരൽ ഉപയോഗിച്ച് ഇതിങ്ങനെ ചെരിച്ച് വെക്കാൻ സാധിക്കും. ഇത് കുറച്ചുകൂടി കളർഫുൾ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സിന് സമാനമായിട്ടുള്ള കളറൊക്കെ വേണമെങ്കിൽ ഗൂഗിളിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും. ആവശ്യമുള്ള ഇതുപോലെ സെലക്ട് ചെയ്തെടുക്കാം. ഞാനിത് ജസ്റ്റ് ഇതുപോലെ ഹാപ്പി ബർത്ത്ഡേ എന്ന് കൊടുത്തു. അതിനുശേഷം വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്ലവറോ അല്ലെങ്കിൽ ബലൂൺ എന്തൊക്കെ വേണമെങ്കിൽ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അത് വേണമെങ്കിൽ ഗൂഗിളിൽ പോയാൽ നമുക്ക് ഗൂഗിളിൽ നിന്ന് ബലൂൺ ഫ്രെയിം എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ബലൂൺ ഫ്രെയിം കിട്ടും. ഫോട്ടോ ഫ്രെയിം എന്ന് സെർച്ച് കൊടുത്താൽ മതി. അപ്പോൾ സ്വന്തമായിട്ട് ക്രിയേറ്റിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഹാപ്പി ബർത്ത്ഡേൻ്റെ ഒരു ഫ്രെയിം ഉണ്ട്, കാണാൻ സാധിക്കും. ഇതുപോലെ ഫ്രെയിം ഉണ്ട്. ഇത് വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് ലോങ് പ്രസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ആ ഒരു ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള അത് ഇവിടെ സെലക്ട് ചെയ്തു. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് അല്ല, അതുകൊണ്ട് തന്നെ അത് ക്ലിക്ക് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ BG റിമൂവ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാണ്. നമ്മളിതുപോലെ ഫ്രെയിം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തു. ഇനി നേരത്തെ നമ്മൾ ടെക്സ്റ്റ് ചെയ്ത ആ ഹാപ്പി ബർത്ത്ഡേ നമുക്ക് ആദ്യം കുറച്ചുകൂടെ നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോയി വെക്കാം. കാരണം നമുക്ക് ഈ ഫ്രെയിമിനകത്തേക്ക് ഇത് വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ നമ്മൾ ആ ഫോട്ടോ ഒന്ന് വേണമെങ്കിൽ ചെറുതാക്കാം. ഇതുപോലെ ചെറുതാക്കിയിട്ട് ഫ്രെയിമിനകത്ത് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. ഇങ്ങനെ അതിനുശേഷം ഏറ്റവും അവസാനം കാണുന്ന ടൂൾസ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആവശ്യമില്ലാത്ത ഭാഗം ഇതുപോലെ ക്രോപ്പ് ചെയ്ത് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊരു ഹാപ്പി ബർത്ത്ഡേക്കുള്ളൊരു ഫ്രെയിമായി. ഇനി വേണമെങ്കിൽ പേരൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ടെക്സ്റ്റ് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എന്താണോ പേര് വെച്ചെങ്കിൽ പേര് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനൊരു ജസ്റ്റ് ഒരു ഇഷാന ഫാത്തിമ എന്നാണ് പേര്. ഞാനൊരു ജസ്റ്റ് ഈ ഒരു ടെക്സ്റ്റാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിവിടെ ജസ്റ്റ് നമ്മുടെ ഫോട്ടോക്കകത്ത് വരും. അത് ഒന്ന് ചെറുതാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോയി വെക്കാം. വ്യത്യസ്ത കളർ സ്റ്റൈലിലൊക്കെ നമുക്കിത് മനോഹരമായിട്ട് എഡിറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ശേഷം ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട് ഏറ്റവും മുകളിൽ. താഴെ ഭാഗത്തേക്ക് അരമാർക്കാണ്, അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് അനദർ കോപ്പി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അത് കോപ്പിയാവും. ഇതുപോലെ നമുക്ക് ഒരു ആദരാജ്ഞലി അറിയിക്കാം. നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ആദരാജ്ഞലി അറിയിച്ചുകൊണ്ട്
ഫോട്ടോ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരാളുടെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്യണം ആദ്യം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ കലാഭവൻ മണിയുടെ ഫോട്ടോ ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാണ് ഒരു ആദരാജ്ഞയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാണ്. അതിന് ശേഷം ഗൂഗിളിൽ നിന്ന് തന്നെ ഞാൻ മുകളിൽ സെർച്ച് ചെയ്യുന്ന ഭാഗത്ത് ആദരാജ്ഞലികൾ സെർച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആദരാജ്ഞലി എഴുതിയിട്ട് വ്യത്യസ്ത ഒരുപാട് ടെക്സ്റ്റുകൾ കിട്ടും. നമുക്ക് ആവശ്യമുള്ളത് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം വേണമെങ്കിൽ ഒരു ആദരാജ്ഞലികൾക്ക് നമ്മൾ ഫ്ലവേഴ്സിൻ്റെ ഒരു ഫ്രെയിം ഫോട്ടോ ഫ്രെയിമാണ് നമ്മൾ വെക്കാറുള്ളത്. അപ്പോൾ ഞാനൊരു ജസ്റ്റ് ഫ്ലവേഴ്സ് ഫോട്ടോ ഫ്രെയിം എന്ന് ഞാൻ ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുത്തു. ഒരുപാട് ഫ്രെയിമുകൾ കിട്ടും. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫ്രെയിം ഇതിൽ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിത് ഡൗൺലോഡ് ചെയ്യാൻ ലോങ് പ്രസ് ചെയ്ത് കൊടുത്തു, ഡൗൺലോഡ് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിക്സാർട്ടിലേക്ക് വരാം. പിക്സാർട്ട് ഓപ്പൺ ചെയ്ത് മുകളിൽ കാണുന്ന എഡിറ്റ് ഫോട്ടോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആദരാജ്ഞലി അർപ്പിക്കുന്നെങ്കിൽ അയാളുടെ ഫോട്ടോ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഓൾറെഡി ഇവിടെ കലാഭവൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഇവിടെ ആഡ് ഫോട്ടോ എന്നുള്ള ഭാഗം താഴെ ഭാഗത്ത് ആഡ് ഫോട്ടോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് നമുക്കൊരു ഫ്രെയിം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഫ്ലവേഴ്സ് ഫ്രെയിം ആണെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രെയിം നിങ്ങൾക്ക് കിട്ടും. ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫ്രെയിമുകൾ കിട്ടും. അത് സെലക്ട് ചെയ്യുക, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിത് ആഡ് ചെയ്തു. അപ്പോൾ അതുപോലെയാണ് കാണുന്നത്. അപ്പം ഞാനിത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. ഇവിടെ താഴെ റിമൂവ് BG എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഇവിടെ ഫ്രെയിം റെഡി ആയത് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഫ്രെയിം അകത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും, ഫ്രെയിമിൻ്റെ അകത്തേക്ക്. ശേഷം നമുക്ക് മുകളിലെ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആദരാജ്ഞലികൾ എന്നുള്ള ടെക്സ്റ്റ് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ കുറച്ച് ഭാഗം ക്രോപ്പ് ചെയ്ത് കളയാം. അതിനോട് ഇവിടെ താഴെ ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, നോക്കുക. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആവശ്യമില്ലാത്ത ഭാഗം ഇതുപോലെ ക്രോപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. ഇവിടെ റിമൂവ് BG എന്നുള്ള ഭാഗത്ത് താഴെ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കാണാൻ സാധിക്കും ആദരാജ്ഞലി എന്നുള്ള ആ ടെക്സ്റ്റ് നമുക്ക് റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അത് 2 വിരൽ ഉപയോഗിച്ച് വേണമെങ്കിൽ ഇവിടെ കാണുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓർക്കുക, നമ്മുടെ കളർ, നമ്മുടെ ഡ്രസ്സിൻ്റെ കളറിന് അനുയോജ്യമായിട്ടുള്ള, അതായത് കാണുന്ന രീതിയിലുള്ള ആദരാജ്ഞലികൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നാൽ കുറച്ചുകൂടെ നമുക്ക് മനോഹരമാക്കി എടുക്കാൻ സാധിക്കും. ഇതിപ്പോൾ ഇവിടെ ആദരാജ്ഞലികൾ ഇത് കാണുന്നില്ല. അത് വേണമെങ്കിൽ നമുക്കിവിടെ ഡ്രസ്സിൻ്റെ കുറച്ചുകൂടെ ഒരു ലൈറ്റ് കളറാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരുന്നു. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫോട്ടോ വെച്ച് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ശേഷം മുകളിൽ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം വേണമെങ്കിൽ ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ വലത് ഭാഗത്ത് ഏറ്റവും അവസാനം ടൂൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്കിത് ആവശ്യമില്ലാത്ത ഭാഗം ഇതുപോലെ ക്രോപ്പ് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്. ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് താഴെ ഭാഗത്തേക്കുള്ള അരോ മാർക്ക്, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. താഴെ ഡൗൺലോഡ് അനദർ കോപ്പി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇത് കോപ്പിയായി നമ്മുടെ ഗാലറിയിൽ നിന്ന് നമുക്ക് നമ്മൾ സ്റ്റാറ്റസ് വെക്കാനോ നിങ്ങളുടെ സുഹൃത്തുക്കൾ അയച്ചു കൊടുക്കാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത്തരത്തിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.